തളിപ്പറമ്പിൽ പാർട്ടിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ ടി.കെ. ഗോവിന്ദനെ പുറത്താക്കി CPIM സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദത്തോടെ പുറത്താക്കുകയാണെന്ന് ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടി.കെ. ഗോവിന്ദൻ ഉയർത്തിയ ആരോപണങ്ങൾ തള്ളിയ ജില്ലാ കമ്മിറ്റി ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടു. ഗോവിന്ദൻ പാർട്ടി വിട്ടത് വിശദീകരിക്കാൻ മലപ്പട്ടത്ത് CPIM വിശദീകരണ യോഗം നടത്തും. അതിനിടെ തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ UDFൽ അതൃപ്തി പുകയുകയാണ്. പാർട്ടി വിട്ട മുതിർന്ന നേതാവ് ടി.കെ. ഗോവിന്ദൻ വർഗവഞ്ചകനാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി K.K. രാഗേഷിന്റെയും മുതിർന്ന നേതാവ് M.V. ജയരാജന്റെയും നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തി പുറത്താക്കൽ തീരുമാനം അറിയിച്ചത്. സണ്ണി ജോസഫിനും UDFനും വേണ്ടി ടി.കെ. ഗോവിന്ദൻ വിടുപണി ചെയ്യുന്നുവെന്ന് K.K. രാഗേഷ് ആരോപിച്ചു. അധികാരമോഹം തലക്ക് പിടിച്ച് പാർലമെന്ററി അവസരവാദ നിലപാട് സ്വീകരിച്ച് എതിരാളികളുമായി ഒത്തുകളിച്ച് പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വരുന്ന ടി.കെ. ഗോവിന്ദൻ മാഷയാണ് ഇപ്പോൾ കാണുന്നത്. എതിരാളി നടത്തുന്ന പ്രചരണത്തെ KPCCയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് സണ്ണി ജോസഫിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണിയല്ലേ ടി.കെ. ഗോവിന്ദൻ മാഷ് ചെയ്തത്. P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനമായിരുന്നെന്ന് നേതാക്കൾ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലുമോ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടില്ല. ആന്തൂരിൽ P.K. ശ്യാമളയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് M.V. ജയരാജൻ രേഖകൾ നിരത്തി വിശദീകരിച്ചു. ശ്യാമള ടീച്ചർക്ക് സാജനോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ നിയമപരമായോ ധാർമ്മികപരമായോ ഉള്ള യാതൊരു കുറ്റവും ടീച്ചർക്കെതിരെ നിലനിൽക്കത്തക്കതല്ല. ഹാപ്പിനെസ് ഫെസ്റ്റിലെ കണക്കുകൾ ടി.കെ. ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് അവതരിപ്പിച്ചതെന്നും IT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കണക്കുകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണെന്നും M.V. ജയരാജൻ വിശദീകരിച്ചു. ടി.കെ. ഗോവിന്ദനെതിരെ ബന്ധുവും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ T.K. സുലേഖയും രംഗത്തെത്തി. പാർട്ടി വിട്ടാൽ ടി.കെ. ഗോവിന്ദൻ ഒന്നുമല്ലെന്ന് പറഞ്ഞ സുലേഖ P.K. ശ്യാമളയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായി. ഒരിക്കലും ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങനെ അതിനെ കാണുന്നില്ല. ടീച്ചർ നല്ല കരുത്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിനകത്ത്. അദ്ദേഹം പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ജനങ്ങളുണ്ടാവും. പാർട്ടി അല്ലാതാകുമ്പോൾ ഒരിക്കലും ഒരു പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. വിവാദങ്ങൾക്കിടയിലും പ്രചാരണം ശക്തമാക്കിയ P.K. ശ്യാമള വിസ്മയ പാർക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്ന് ശ്യാമള പറഞ്ഞു. ഈ പറയുന്ന എല്ലാ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയും. അങ്ങനെ പാർട്ടി മറുപടി പറഞ്ഞത് തൃപ്തിയാവുന്നില്ല എങ്കിൽ വ്യക്തിപരമായി മറുപടി പറയണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാനപ്പോൾ മറുപടി പറയും. P.K. ശ്യാമളയ്ക്കെതിരായി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉൾപ്പെടെ ഉയർന്ന എതിർപ്പുകളെ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPIM. ശ്യാമളയുടെ രാഷ്ട്രീയ പാരമ്പര്യവും സംഘടനാ പ്രവർത്തന ഓർമ്മകളും പങ്കുവച്ച് K.K. ശൈലജ വീഡിയോ പങ്കുവച്ചു. ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ടതടക്കം വിശദീകരിക്കാനും ആരോപണങ്ങൾക്ക് മറുപടി നൽകാനും കണ്ണൂർ മലപ്പട്ടത്ത് CPIM വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അതിനിടെ ഗോവിന്ദന് തളിപ്പറമ്പിൽ പിന്തുണ നൽകാനുള്ള തീരുമാനത്തിൽ UDFൽ തർക്കം രൂക്ഷമാകുകയാണ്. ഗോവിന്ദനെ പിന്തുണച്ചാൽ വിമതനായി മത്സരിക്കുമെന്ന് കോളഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ഷിജു ആലക്കാടൻ അറിയിച്ചു. മയ്യിൽ, കുറ്റ്യാട്ടൂർ, കോളച്ചേരി, ചേലേരി മണ്ഡലം പ്രസിഡന്റുമാരും രാജിഭീഷണി ഉയർത്തിയിട്ടുണ്ട്. മയ്യിൽ ഡിവിഷൻ UDF ചെയർമാൻ ഹാഷിം ഇളമ്പയലിനെ വിമതനായി മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നീക്കം നടക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.